ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ചിലർ ചോദിച്ചായിരുന്നു, വിദേശത്ത് പോകുന്നവർക്ക് ഉപകരിക്കുന്ന രീതിയിൽ ഒരു വീഡിയോ ഇടാമോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വിദേശത്ത് യാത്ര പോകുന്നവർ അല്ലെങ്കിൽ എയർപോർട്ട് വഴി വിമാനത്തിലൊക്കെ യാത്ര പോകുന്നവർക്ക് ഉപകരിക്കുന്ന ഒരു ക്ലാസ്സാണ്. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. ഫസ്റ്റ്, വേർ ആർ യു ഗോയിങ്? ഇപ്പോൾ എയർപോർട്ടിൽ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾ ചെന്ന് നിൽക്കുമ്പോൾ തൊട്ടടുത്ത് യാത്രക്കാരിക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ അവർ നിങ്ങളോട് ചോദിക്കും, വേർ ആർ യു ഗോയിങ്? നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ താങ്കൾ എവിടേക്കാണ് പോകുന്നത്? വേർ ആർ യു ഗോയിങ്? അത് ചിലപ്പോൾ ഇംഗ്ലീഷിലാണ്, ചിലപ്പോൾ ഹിന്ദിയിലാണ്, എങ്ങനെയും ചോദിക്കാം അല്ലേ? അപ്പം നമ്മൾ ഇംഗ്ലീഷായാലും ഹിന്ദി ആയാലും നമ്മൾക്ക് മനസ്സിലാകണം. വേർ ആർ യു ഗോയിങ്? നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്, എവിടെ പോകുന്നു? വേർ ആർ യു ഗോയിങ്? അപ്പോൾ ഹിന്ദിയിലത് ആപ് കഹാം ജാ രഹേ ഹേ? ആപ് കഹാം ജാ രഹേ ഹേ? താങ്കൾ എവിടെ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് പോകുന്നത്? ആപ് കഹാം ജാ രഹേ ഹേ? നിങ്ങൾ എവിടേക്ക് പോകുന്നു? അപ്പം അതിന് നിങ്ങൾക്ക് ഉത്തരം പറയണം അല്ലേ? പല സ്ഥലം, നിങ്ങൾ സൗദി അറേബ്യ, ദുബായ്, അമേരിക്ക, അങ്ങനെ പല സ്ഥലങ്ങൾ നിങ്ങൾക്ക് പറയാൻ കാണും. അപ്പം നിങ്ങൾക്ക് ഏതാണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് പറയാം. എങ്ങനെ പറയാം? ഐ ആം ഗോയിങ് ടു ദുബായ്. ഐ ആം ഗോയിങ് ടു ദുബായ്. അല്ലെങ്കിൽ ഐ ആം ഗോയിങ് ടു സൗദി അറേബ്യ. ഐ ആം ഗോയിങ് ടു മുംബൈ. ഐ ആം ഗോയിങ് ടു ചെന്നൈ. എന്ത് വേണമെങ്കിലും പറയാം. അപ്പം ഞാൻ ദുബായിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ഞാൻ സൗദി അറേബ്യയിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ഞാൻ ചെന്നൈയിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ഞാൻ മുംബൈയിലേക്ക് പോവുകയാണ്. ഐ ആം ഗോയിങ് ടു ദുബായ്. ഐ ആം ഗോയിങ് ടു ചെന്നൈ. ഐ ആം ഗോയിങ് ടു മുംബൈ. അപ്പം മേം ദുബൈ ജാ രഹാ ഹും. മേം ദുബൈ ജാ രഹാ ഹും. ഞാൻ ദുബായിലേക്ക് പോവുകയാണ്. മേം ചെന്നൈ ജാ രഹാ ഹും. ഞാൻ ചെന്നൈയിലേക്ക് പോവുകയാണ്. മേം മുംബൈ ജാ രഹാ ഹും. ഞാൻ ബോംബെയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഏത് സ്ഥലമാണോ ഉദ്ദേശിക്കുന്നത് അവിടെ നിങ്ങൾക്ക് മാറ്റി പറയാം. ഐ ആം ഗോയിങ് ടു ദുബൈ. മേം ദുബൈ ജാ രഹാ ഹും. ഡിഡ് യു ഗെറ്റ് ദ ടിക്കറ്റ്? അപ്പം നമുക്ക് ചോദിക്കാം അല്ലേ, നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയോ? ഡിഡ് യു ഗെറ്റ് ദ ടിക്കറ്റ്? ക്യാ ആപ്കോ ടിക്കറ്റ് മിലാ? ഡിഡ് യു ഗെറ്റ് ദ ടിക്കറ്റ്? അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ വഴിയാണെങ്കിലും നമ്മൾക്ക് ചോദിക്കാം, ക്യാ ആപ്കോ ടിക്കറ്റ് മിലാ? നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയോ? ഡിഡ് യു ഗെറ്റ് ദ ടിക്കറ്റ്? എന്ന് വെച്ചാൽ റിസർവേഷൻ ചെയ്ത് പോകുന്നവരാണെങ്കിൽ ടിക്കറ്റ് കിട്ടിയോ എന്ന് ചോദിക്കും. അത് ഡിഡ് യു ഗെറ്റ് ദ ടിക്കറ്റ്, അല്ലെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റാണോ എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഇനി എയർപോർട്ടിലാണെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് ദുബായിക്ക് കിട്ടിയോ എന്നൊക്കെ ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡിഡ് യു ഗെറ്റ് ദ ടിക്കറ്റ്? ക്യാ ആപ്കോ ടിക്കറ്റ് മിലാ? ക്യാ ആപ്കോ ടിക്കറ്റ് മിലാ? ടിക്കറ്റ് കിട്ടിയോ? താങ്കൾക്ക് ടിക്കറ്റ് കിട്ടിയോ, അല്ലെങ്കിൽ നിനക്ക് ടിക്കറ്റ് കിട്ടിയോ? ക്യാ ആപ്കോ ടിക്കറ്റ് മിലാ? അപ്പം അതിന് നമ്മൾ എങ്ങനെയായിരിക്കും ഉത്തരം പറയുന്നത്? ഫസ്റ്റ് ഐ വിൽ ഗോ ടു മുംബൈ. ഫ്രം ദർ ഈസ് മൈ ടിക്കറ്റ്. ഞാൻ ആദ്യം മുംബൈക്കാണ് പോകുന്നത്. ഇപ്പോൾ അവിടെ നിന്നാണ് എനിക്ക് ദുബായിക്ക് ടിക്കറ്റ്. എനിക്ക് സ്ട്രെയിറ്റ് ടിക്കറ്റ് ഇല്ല എന്നാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഐ വിൽ ഗോ ടു മുംബൈ. ഞാൻ ബോംബെക്ക് പോകും. ഫ്രം ദർ ഈസ് മൈ ടിക്കറ്റ്. അവിടെ നിന്നാണ് എനിക്ക് ടിക്കറ്റ്. ഇതെങ്ങനെ പറയാം ഹിന്ദിയിൽ? പെഹലെ ആദ്യം, മേം മുംബൈ ജാവൂങ്ക. പെഹലെ മേം മുംബൈ ജാവൂങ്ക. അല്ലെങ്കിൽ പെഹലെ മേം ചെന്നൈ ജാവൂങ്ക. ഞാൻ ആദ്യം ബോംബെക്ക് പോകും, അല്ലെങ്കിൽ ഞാൻ ആദ്യം ചെന്നൈക്ക് പോകും. പെഹലെ മേം മുംബൈ ജാവൂങ്ക.
പെഹലെ മേം ചെന്നൈ ജാവൂങ്ക വഹാം സെ മേര ടിക്കറ്റ് അവിടെ നിന്നാണ് എൻ്റെ ടിക്കറ്റ് വഹാം സെ മേര ടിക്കറ്റ് വഹാം സെ മേര ടിക്കറ്റ് അപ്പം പെഹലെ മേം മുംബൈ ജാവൂങ്ക വഹാം സെ മേര ടിക്കറ്റ് അവിടെ നിന്നാണ് എൻ്റെ ടിക്കറ്റ്. പ്ലീസ് ഗോ ടു ദ എയർപോർട്ട്. അപ്പം നമ്മളൊരു ടാക്സി പിടിക്കുകയാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടി പിടിച്ചിട്ട് നമ്മൾ പറയുകയാണ് പ്ലീസ് ഗോ ടു ദ എയർപോർട്ട്. എയർപോർട്ടിലേക്ക് വിട്ടോ, അല്ലെങ്കിൽ ദയവായി എയർപോർട്ടിലേക്ക് കൊണ്ടുപോ. നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം പറയാം. പ്ലീസ് ഗോ ടു ദ എയർപോർട്ട്, പ്ലീസ് ഗോ ടു ദ റെയിൽവേ സ്റ്റേഷൻ. എവിടേക്കാണോ പോകേണ്ടത് അത് പറയാം നിങ്ങൾ. അപ്പം കൃപയ ഹവായി അഡ്ഡേ പർ ജായേം. ഹവായി അഡ്ഡ എന്ന് പറഞ്ഞാൽ എന്താണ്, എയർപോർട്ടിന് പറയുന്ന പേരാണ് ഹവായി അഡ്ഡ. അപ്പം കൃപയ ഹവായി അഡ്ഡേ പർ ജായേം. ഹവായി അഡ്ഡേ പർ ജായേം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടേക്ക് കൊണ്ടുപോകാനാണ്, എയർപോർട്ടിലേക്ക് കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. കൃപയ ഹവായി അഡ്ഡേ പർ ജായേം. ദയവായി എയർപോർട്ടിലേക്ക് കൊണ്ടുപോകൂ. കൃപയ ഹവായി അഡ്ഡേ പർ ജായേം. എയർപോർട്ടിലേക്ക് കൊണ്ടുപോകൂ. പ്ലീസ് ഗോ ടു ദ എയർപോർട്ട്. ടാക്സിക്കാരനോട് പറയാം ഹവായി അഡ്ഡേ പർ ജായേം. അവിടേക്ക് ഹവായി അഡ്ഡയിലേക്കാണ് എനിക്ക് പോകേണ്ടത്. വെൻ വിൽ വി റീച്ച് ദ എയർപോർട്ട്. അപ്പോൾ നമ്മൾ എപ്പോഴവിടെ എത്തിച്ചേരും എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല, കാരണം പുതിയ സ്ഥലമൊക്കെയാണ്. വെൻ വിൽ വി റീച്ച് ദർ എന്ന് കാറുകാരനോട് ചോദിക്കുക. അപ്പോൾ അയാൾ എന്തായിരിക്കും പറയുക, അപ്പോൾ വെൻ വിൽ വി റീച്ച് ദർ, അല്ലെങ്കിൽ വെൻ വിൽ ബി റീച്ച് ദ എയർപോർട്ട് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ. ഹം വഹാം കബ് പഹുഞ്ചേങ്കെ. ഹം വഹാം കബ് പഹുഞ്ചേങ്കെ. ഹം നമ്മൾ, വഹാം അവിടെ, എയർപോർട്ട് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ. കബ് പഹുഞ്ചേങ്കെ എപ്പോൾ എത്തും. ഹം വഹാം കബ് പഹുഞ്ചേങ്കെ അല്ലെങ്കിൽ വഹാം കബ് പഹുഞ്ചേങ്കെ എപ്പോൾ അവിടെ എത്തും, നമ്മൾ എപ്പോൾ അവിടെ എത്തും. ഹം വഹാം കബ് പഹുഞ്ചേങ്കെ അല്ലെങ്കിൽ ഹം വേണ്ട വഹാം കബ് പഹുഞ്ചേങ്കെ എന്ന് ചോദിച്ചാലും മതി. അപ്പോൾ അതിനെന്തായിരിക്കും മറുപടി? അയാൾ ചിലപ്പോൾ 1 മണിക്കൂർ, അരമണിക്കൂർ എന്നൊക്കെ പറയും അല്ലേ. ഇറ്റ് വിൽ ടേക്ക് ഹാഫ് ആൻ അവർ. അരമണിക്കൂർ കൊണ്ട് നമ്മളവിടെ എത്തും എന്നാണ് പറയുന്നത്. ഇറ്റ് വിൽ ടേക്ക് ഹാഫ് ആൻ അവർ. ആധാ ഘണ്ട ലഗേഗ. ആധാ ഘണ്ട എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ. ആധാ ഘണ്ട ലഗേഗ അരമണിക്കൂർ എടുക്കും. ഇനി ഇറ്റ് വിൽ ടേക്ക് 1 അവർ. ഇറ്റ് വിൽ ടേക്ക് 1 അവർ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ എടുക്കും. അപ്പോൾ ആധാ ഘണ്ട എന്നുള്ളതിന് പകരം ഏക് ഘണ്ട ലഗേഗ, ഏക് ഘണ്ട ലഗേഗ. ഇനി 2 മണിക്കൂറാണെങ്കിൽ 2 ഘണ്ട ലഗേഗ. അപ്പോൾ ഇറ്റ് വിൽ ടേക്ക് ഹാഫ് ആൻ അവർ എന്ന് പറഞ്ഞാൽ ആധാ ഘണ്ട ലഗേഗ. ഇറ്റ് വിൽ ടേക്ക് 1 അവർ എന്ന് പറഞ്ഞാൽ ഏക് ഘണ്ട ലഗേഗ അരമണിക്കൂർ എടുക്കും. ആധാ ഘണ്ട ലഗേഗ 1 മണിക്കൂർ എടുക്കും. ഏക് ഘണ്ട ലഗേഗ. പ്ലീസ് കോൾ ദ എയർ ഹോസ്റ്റസ്. ഇനിയിപ്പോൾ എയർപോർട്ടിൽ ചെന്ന് നമ്മൾ വിമാനയാത്രയിലാണെങ്കിൽ നമ്മൾക്ക് എയർ ഹോസ്റ്റസിനെ എന്തിനെങ്കിലും വിളിക്കണമെങ്കിൽ എന്ത് പറയാം? പ്ലീസ് കോൾ ദ എയർ ഹോസ്റ്റസ്. പ്ലീസ് കോൾ ദ എയർ ഹോസ്റ്റസ്. എയർ ഹോസ്റ്റസിനെ വിളിക്കൂ. എയർ ഹോസ്റ്റസിനെ വിളിക്കൂ. കൃപയ എയർ ഹോസ്റ്റസ് കോ ബുലായേ. കൃപയ എയർ ഹോസ്റ്റസ് കോ ബുലായേ. ദയവായി എയർ ഹോസ്റ്റസിനെ വിളിക്കൂ. കൃപയ എയർ ഹോസ്റ്റസ് കോ ബുലായേ. ദയവായി എയർ ഹോസ്റ്റസിനെ വിളിക്കൂ. കൃപയ എയർ ഹോസ്റ്റസ് കോ ബുലായേ. ദയവായി എയർ ഹോസ്റ്റസിനെ വിളിക്കൂ. അപ്പം ഇന്ന് ഇത്രയും പറഞ്ഞു നിർത്തുകയാണ്.
ഇതിൻ്റെ തുടർച്ചയായിട്ട് ക്ലാസ് യാത്രയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിദേശത്തുള്ളവർക്ക് ഉപകരിക്കുന്ന രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.